മാരിൽ ഉറങ്ങാൻ വിധിച്ച മെതിയടിയെ സ്വതന്ത്രമാക്കി വീണ്ടും മണ്ണിലിറക്കാൻ രാവും പകലും കഷ്ടപ്പെടുന്ന ഒരു കുടുംബം മഹാനഗരമായ കൊച്ചിയിലുണ്ട്. വില കൂടിയ പാദരക്ഷകളുടെ കുത്തക പേറുന്ന കമ്പനികളുടെ വമ്പൻ ഷോറൂമുകൾ സ്ഥിതി ചെയ്യുന്ന MG റോഡിൽ നിന്നും അധികം ദൂരെയല്ലാതെ ഉള്ള ഒരു വീട്ടിൽ നിന്നാണ് മെതിയടികൾ ഇപ്പോഴും പുറത്തുവരുന്നത്. പെരുമണ്ണൂരിലെ വില്ലിനശ്ശേരി വീട്ടിൽ ജോൺ, അഗസ്റ്റിൻ എന്നീ സഹോദരന്മാരാണ് ഇവിടെ നിന്നും മെതിയടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ മൂത്ത സഹോദരൻ വയ്യാതായി. ഇപ്പോൾ ജോൺ മാത്രമാണ് മെതിയടി നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഒരു നൂറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള വില്ലിനശ്ശേരിയിൽ നിന്നും മഹാത്മാഗാന്ധിക്ക് വരെ മെതിയടി ഉണ്ടാക്കിക്കൊടുത്ത ഖ്യാതിയുണ്ട്. നാട്ടുമരുന്നിനും പച്ചമരുന്നിനും പേരുകേട്ട കരിങ്ങാട്ട എന്ന മരം കൊണ്ടാണ് മെതിയടി നിർമ്മിക്കുന്നത്. ഈ മരം ഇപ്പോൾ കിട്ടാനില്ല. കിട്ടിക്കഴിഞ്ഞാൽ ചെത്തിമിനുക്കി കാതിലെടുത്ത് പണിപ്പുരയിലേക്ക്. വളരെ ശ്രദ്ധയോടും ക്ഷമയോടും വേണം മെതിയടി നിർമ്മാണം. ഒരു ദിവസം മുഴുവൻ മിനക്കെട്ടാൽ ഒരു മെതിയടിയാണ് നിർമ്മിക്കാനാവുക. വിറ്റാൽ കിട്ടുന്നതോ കേവലം 300 രൂപ. അതുകൊണ്ട് തന്നെ ഈ ജോലിക്കിനി ആളെ കിട്ടാനില്ല എന്ന് ജോണും അഗസ്റ്റിനും പറയുന്നു. ഒന്നാമത്തെ കഠിന അധ്വാനമുള്ളൊരു തൊഴിലാണ്. ആർക്കും ഇഷ്ടമല്ല ഇത് ചെയ്യാൻ വേണ്ടി പഠിക്കാൻ. ഇതാണ് സത്യാവസ്ഥ. അതാണ് ആർക്കും ഇഷ്ടമല്ല. കാരണം ഇതുമേ ചെയ്യുന്ന അധ്വാനത്തിൻ്റെ പകുതി അധ്വാനം ചെയ്യുകയാണ് എന്ന് വരികിൽ ഇതിൻ്റെ ഇരട്ടി കാശ് കിട്ടാമെങ്കിൽ പിന്നെ ആ പണിക്കല്ലേ പോകുള്ളൂ. മക്കൾ, എൻ്റെ മകൻ ഓട്ടോറിക്ഷ ഓടണം, അവിടുത്തെ ചേട്ടൻ്റെ മകൻ അവർ കോൺട്രാക്ട് പെയിൻറ്റിൻ്റെ പണിക്ക് അതിനൊക്കെ പോകണം. കഴിയില്ല, അവർക്ക് കഴിയില്ല പണി. കാരണം ചരണക്കേട് ഉള്ള ജോലിയാണ്. ഒരു ബുദ്ധിമുട്ടാണ്. കണ്ണി കണ്ട കാട്ടിൽ പോയിട്ട് സാധനം മേടിച്ച് വെട്ടിക്കൊണ്ടുവന്ന് പണിത് അത് കാശ് കിട്ടുന്ന നേരം വരും വളരെയേറെ. ഇപ്പോൾ ഓർഡിനറിയായിട്ട് വിൽക്കണത് 250, 275, 300 അങ്ങനെയൊക്കെ. രണ്ടുപേർക്കും സർക്കാർ ജോലി ഉണ്ടായിരുന്നത് കൊണ്ട് ഇപ്പോൾ തുച്ഛമായ പെൻഷൻ കിട്ടുന്നത് കൊണ്ടും ജീവിതം മുന്നോട്ട് പോകുന്നു. എന്നാലും ഈ പാരമ്പര്യം കൈവിടാൻ മനസ്സനുവദിക്കുന്നില്ല. അതിനാൽ തന്നെ വീണ്ടും ഇവർ ഉളിയും കുട്ടുവടിയും കയ്യിലെടുക്കുന്നു. ഇപ്പോൾ തൽക്കാലം അത്യാവശ്യം വല്ലതും വന്ന് ചോദിക്കണമെങ്കിൽ കൊടുക്കുന്നു മാത്രമല്ല. നേരത്തെയൊക്കെ കൂടുതലൊക്കെ ശരിയാക്കി അവിടെ ഇവിടെ കൊടുക്കണ്ടേ. ഇപ്പോൾ ആരും പണിയാനില്ല. ഞാൻ മാത്രമേ ഉള്ളൂ ഇത് പണിയാൻ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഹായികളാരുമില്ല. ആരും പഠിക്കാൻ താല്പര്യമില്ല തൊഴിലിന്. എന്തോ അറിയാൻ പാടില്ല. കാരണം ഇതിന്മേലെ അധ്വാനിക്കുന്നതിൻ്റെ ഫലം കിട്ടാൻ മാർഗമില്ല. അപ്പോൾ ഇതിന്മേലെ അധ്വാനിക്കുന്നതിൻ്റെ പകുതി അധ്വാനം കൊണ്ട് ഇതിൻ്റെ ഇരട്ടി കാശ് കിട്ടാമെങ്കിൽ ആൾക്കാർ അങ്ങനെയല്ലേ മാറുള്ളൂ. മഹാത്മാഗാന്ധിക്ക് വരും കൊടുത്തിട്ടുണ്ട് സാധനം. അങ്ങേരുടെ ജീവിതത്തിൽ കാലയളവിൽ ഒരു പ്രാവശ്യം മഹാരാജാ കോളേജ് ഗ്രൗണ്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് എൻ്റെ ഏറ്റവും മൂത്ത അദ്ദേഹം മരണപ്പെട്ടു പോയി. അദ്ദേഹം ഒരെണ്ണം ശരിയായി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത്രയും കഠിന അധ്വാനപ്പെട്ടൊരു ജോലിയാണത്. കാര്യം പറയുമ്പോൾ മെതിയടി ഉണ്ടാക്കണം എന്നാണ് പറയണത്. പക്ഷേ അല്ല, അതൊരു വലിയ ബുദ്ധിമുട്ടൊരു കാര്യമാണ്. അപ്പം ഞങ്ങളിത് കുലത്തൊഴിലായതുകൊണ്ട് അങ്ങനെ കുറേശ്ശെ അങ്ങനെ സമയം ടൈം പാസിന് വേണ്ടി അനുഭവിച്ചിരുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ ജീവിതത്തിനുള്ള കാശ് പെൻഷൻ കിട്ടുന്നുണ്ട്. അങ്ങനെ വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് ചെയ്തിട്ട് കുറേശ്ശെ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. മെതിയടി അന്വേഷിച്ച് ഇപ്പോഴും ആളുകൾ എത്തുന്നുണ്ട്. മലബാറിൽ നോമ്പുകാലമായാൽ മെതിയടി ഉപയോഗിക്കുന്നവർ കൂടുതലാണ്. മാർബിൾ, ഗ്രാനൈറ്റ് തറകളിലെ തണുപ്പിൽ നിന്ന് രക്ഷ നേടാൻ മെതിയടി ഏറെ നല്ലതാണ്. കൂടാതെ വാതരോഗങ്ങൾക്കും ഉത്തമ ഔഷധമായി മെതിയടി ഉപയോഗിക്കുന്നു. മെതിയടി ഉപയോഗിക്കുന്നത് വർഷക്കാലത്ത് മാത്രമല്ല. മെതിയടി ഉപയോഗിക്കുന്നത് എപ്പോൾ വേണമെങ്കിലും ഉപയോഗിച്ചാൽ കൃത്യമായിട്ട് തന്നെ ആ കാലിൻ്റെ ഇതുകൊണ്ടുള്ള ഉപയോഗം വാദം, ആണി, അലർജി, കൈയും കാലും കെട്ടുകെടുപ്പ്, വേദന, കണ്ണിൻ്റെ സൂക്ഷ്മത വരെയും കിട്ടാം. കേരളത്തിൽ എവിടെയും ഇപ്പോൾ മെതിയടി നിർമ്മാണം നടക്കുന്നില്ല. മലപ്പുറം, കോഴിക്കോട് എന്നിവിടങ്ങളിൽ വന്ന് വർഷങ്ങൾക്ക് മുൻപ് മെതിയടി വിറ്റത് ജോൺ ഇപ്പോഴും ഓർക്കുന്നു. കോഴിക്കോട് കൂടുതലും വലുവ സാറിലാണ് ഒരു കടയുടെ പേര് കാലങ്ങൾക്ക് മുമ്പാണ്. ആമീന ലാൻഡ്രി എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ടായിരുന്നു. പിന്നെ കുറേ തുണിക്കട കാലങ്ങൾക്ക് മുമ്പാണ്. കോർണേഷൻ ഹോട്ടലുണ്ടല്ലോ, അവിടെ ഇവിടുന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാൻഡ് ചെയ്യണത്. പിന്നെ നേരമെടുത്ത് കട തുറന്നു കഴിഞ്ഞാൽ ഒക്കെ കെട്ടും പണമൊക്കെ ആയിട്ട് കൊണ്ടുപോയി കൊടുത്ത് വളരെയേറെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. 77 വയസ്സായ അഗസ്റ്റിനും 75 വയസ്സായ ജോണും തങ്ങളുടെ കാലശേഷം ഈ പരമ്പരാഗത തൊഴിൽ നിന്നു പോകരുതെന്നാണ് ആഗ്രഹിക്കുന്നത്. സർക്കാർ ഇത്തരത്തിലുള്ള കുലത്തൊഴിലുകളൊക്കെ പലവിധ ഗ്രാന്റുകളൊക്കെ നൽകുന്നുണ്ടെങ്കിലും മെതിയടി നിർമ്മാണത്തിന് ഇതൊന്നും ലഭിക്കുന്നില്ല. പുതിയ തലമുറ ഈ രംഗത്തേക്ക് കടന്നു വരണമെന്നാണ് ഇപ്പോൾ ഇവരുടെ ആഗ്രഹം.